ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 14 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ടൊവിനോയെ നായകനാക്കി സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ വഴക്ക്. കോവിഡ് കാലത്ത് ചിത്രീകരിച്ച ഈ ലോ ബഡ്ജറ്റ് സിനിമ പലവിധ കാരണങ്ങളാൽ ഫെസ്റ്റിവൽസിലല്ലാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനാവാതെ പോയ സിനിമയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയെ ചൊല്ലി ടൊവിനോ വേഴ്സസ് സനൽകുമാർ ശശിധരൻ പോരും നാം കണ്ടതാണ്. ഇപ്പോഴത്തെ സിനിമ ഇന്ന് രാവിലെ സനലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതുവഴി കൂടുതൽ പ്രേക്ഷകരിലേക്ക് വഴക്ക് എന്ന സിനിമ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1.5 മണിക്കൂറിൽ പരമാണ് സിനിമയുടെ ദൈർഘ്യം. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹിന്ദി സിനിമയാണ് സാറ ഹഡ്കെ സാറ ബച്കെ എന്ന സിനിമ. സാറ ലിഗൻ നായികവേഷത്തിലെത്തിയ സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച ഒരു ഹിന്ദി സിനിമ കൂടിയാണ്. ചിത്രം ഈ ആഴ്ച മെയ് 17-ാം തീയതി ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഉൾപ്പെടെ നിരവധി ഭാഷകളിലാണ് ജിയോ സിനിമാസിലൂടെ സിനിമ ഈ ആഴ്ച ലഭ്യമാക്കുക. ഈ ആഴ്ച തന്നെ മറ്റൊരു ഹിന്ദി സിനിമ കൂടി OTT റിലീസ് ചെയ്യുന്നു. ബസ്തർ ദി നെക്സൽ സ്റ്റോറി എന്നൊരു സിനിമയാണ് ഈ ആഴ്ച OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ദി കേരള സ്റ്റോറി മേക്കേഴ്സിന്റെ പുതിയ ഹിന്ദി സിനിമ മെയ് 17 മുതൽ C5-ലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ദി ബോയ്സ് എന്ന സിനിമ ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് 2 OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു തമിഴ് സിനിമയായ കാൾവൻ ചിത്രം GV പ്രകാശ് നായകനെത്തിയ സിനിമയാണ്. ഇന്നലെ തെൻകോട്ട OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തതെങ്കിൽ ഇന്ന് മെയ് 14-ാം തീയതി സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് റിലീസ് ചെയ്തത്. തമിഴ്, മലയാളം, തെലുഗു, കന്നഡ ഭാഷകളിൽ സിനിമ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. ഗോഡ്സില്ല വേഴ്സസ് കോങ് ദി ന്യൂ എംപയർ എന്ന സിനിമയുടെ ഇന്ത്യൻ ഭാഷാ പതിപ്പുകൾക്കായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമേ സിനിമ ഇന്ത്യൻ ഭാഷകളിലും ലഭ്യമാക്കിയിരിക്കുകയാണ്. തമിഴ്, തെലുഗു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ബുക്ക് മൈ ഷോ OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്നലെ മെയ് 13 മുതലാണ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് വീണ്ടും ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹോട്ട്സ്പോട്ട് എന്ന തമിഴ് സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ഒരു 4 എപ്പിസോഡുകൾ അടങ്ങിയ ആന്തോളജി സീരീസുമായിട്ട് എത്തിയ ഹോട്ട്സ്പോട്ട് ഈ ആഴ്ച മെയ് 17-ാം തീയതി തെൻകോട്ടയിൽ OTT റിലീസ് ചെയ്യും. തെൻകോട്ടയിൽ കൂടാതെ കൂടുതൽ OTT പ്ലാറ്റ്ഫോമുകളിലും സിനിമ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8ാമത്തെ അപ്ഡേറ്റ്, അവസാനത്തെ അപ്ഡേറ്റ്, വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയായ ജയ് ഗണേഷ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ഇതിനോടകം തന്നെ മനോരമ മാക്സിലൂടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രം അടുത്ത ആഴ്ച മെയ് 24-ാം തീയതി മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ OTT പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടായേക്കും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.